The next topic, transactions in the next topic on schedule of transactions. ചോട്ടെ Okay, next topic is schedule of transactions. അപ്പൊ ഇന്നലെ ഇവിടം വരെയാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു next topic is schedule of transactions. അപ്പോ what is schedule എന്ന് പറഞ്ഞാല് ordering of operations of the transactions. അപ്പൊ ഒരു ഡാറ്റാബേസ് ഐറ്റത്തില് ഡിഫറെന്റ് ട്രാൻസാക്ഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഓരോ ട്രാൻസാക്ഷൻസും ചിലപ്പം ഇന്റർലീവ് ചെയ്തിട്ടായിരിക്കും ആ ഡാറ്റാബേസിലുള്ള ആക്സസ് പെർഫോം ചെയ്യണത്. സോ വി ക്യാൻ സേ ഷെഡ്യൂൾ എസ് ഓഫ് എൻ ട്രാൻസാക്ഷൻസ് T1 T2 up to Tn is an ordering of operations of the transactions. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഇത് നോക്കാം. ഈ ഒരു രീതിയിൽ ഇപ്പൊ നമ്മുടെ ഡാറ്റാബേസ് ഐറ്റത്തിൽ കൺകറന്റ് ആയിട്ട് രണ്ട് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ഓർഡറിലാണ് ആ ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്നുള്ളതിന്റെ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് T1 T2 എന്നുള്ള രണ്ട് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ സ്കെഡ്യൂൾ കാണിച്ചിരിക്കുന്നതാണ് ഒരു താഴത്തേക്ക് ടൈം ബൗണ്ട് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. താഴത്തേക്ക് ഓരോ ടൈം ഇൻക്രീസിങ് ആയിട്ടാണ് നമ്മൾ ഈ ഓരോ ഓപ്പറേഷൻസും പെർഫോം ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഒരു സ്കെഡ്യൂളിൽ ഫസ്റ്റ് T1ന്റെ റീഡ് ഐറ്റം ഓഫ് എക്സ് ആണ് പെർഫോം ചെയ്യണത്. ദെൻ എക്സിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തി പിന്നെ എന്ത് ചെയ്യാണ് അത് സ്വിച്ച് ചെയ്ത് അല്ലെങ്കിൽ ഇന്റർലീവ് ചെയ്ത് T2ലെ റീഡ് ഐറ്റം ചെയ്യുന്നു. എക്സിൽ എന്തൊക്കെയോ മാറ്റം വരുത്തുന്നു. അഗെയിൻ സ്വിച്ച് ടു T1ലെ രണ്ട് ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് വീണ്ടും T2ലേക്ക് ദെൻ അഗെയിൻ T1. അപ്പൊ ആ രീതിയിൽ നമ്മുടെ ട്രാൻസാക്ഷൻസിന്റെ ഓപ്പറേഷൻസ് ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിനാണ് നമ്മൾ എന്ത് പറയാ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അതായത് ഇതിപ്പോ ഒരു നോൺ സീരിയൽ ഷെഡ്യൂൾ അത് പറയാറായിട്ടില്ല. അപ്പൊ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇത്ര ഓർത്തിരിക്കുക, ഓർഡറിങ് ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ T1 T2 അപ് ടു Tn വരെയുള്ള ട്രാൻസാക്ഷൻസ് ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിൽ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് ഓർഡറിലാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഓരോ ട്രാൻസാക്ഷൻസിന്റെയും ഓപ്പറേഷൻസിന്റെ ഓർഡർ ആണ് നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയാം. ഇനി ഇതിനകത്ത് നമ്മളിപ്പം ഒരു സ്കെഡ്യൂൾ എഴുതുമ്പോൾ ഡിഫറെന്റ് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻസിലുള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ റീഡ് ഓപ്പറേഷൻ ഉണ്ട്, റൈറ്റ് ഓപ്പറേഷൻ ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസിന്റെ ബിഗിനിങ് കാണിക്കാൻ ബിഗിൻ ട്രാൻസാക്ഷൻ എന്നുള്ളതുണ്ട്, പിന്നെ എൻഡ് ട്രാൻസാക്ഷൻ ഉണ്ട്, പിന്നെ ഉള്ളത് കമ്മിറ്റ് അബോട്ട്. ഇത്രയും ഓപ്പറേഷൻസ് ആണ് നമുക്ക് ഒരു ട്രാൻസാക്ഷനിൽ വരുന്നത്, ബേസിക് ഓപ്പറേഷൻസ്. അപ്പൊ അതിനെയെല്ലാം നമ്മൾ ഷോർട്ട് ഹാൻഡ് ആയിട്ട് പല ലെറ്റേഴ്സ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ അടുത്ത പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ ഇതേ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എല്ലാത്തിനും യൂസ് ചെയ്യുന്നത്. ബി എന്ന് പറയുമ്പോഴത്തേക്കും ബിഗിൻ ട്രാൻസാക്ഷൻ, ആർ എന്ന് പറയുമ്പോൾ റീഡ്, ഡബ്ല്യു റൈറ്റ്, പിന്നെ എൻഡ് ട്രാൻസാക്ഷൻ കാണിക്കാനായിട്ട് ഇ, പിന്നെ സി എ അബൌട്ട്, സി കമ്മിറ്റ്. അപ്പൊ ഇത്രയാണ് ഷോർട്ട് ഹാൻഡ് നൊട്ടേഷൻസ് ദാറ്റ് ആർ യൂസ്ഡ് ഇൻ എ സ്കെഡ്യൂൾ. ഓക്കെ, ഇനി നമുക്കിപ്പോ ഇതൊരു ടു ട്രാൻസാക്ഷൻസ് അതൊരു ഇന്റർലീവ്ഡ് മാനറിൽ ഡാറ്റാബേസ് ഐറ്റത്തിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയും. ഇത് ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഓർഡർ എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് എഴുതാം. റീഡ് ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ R വെച്ച് ഡിനോട്ട് ചെയ്യുക, ഏത് ഡാറ്റാബേസ് ഐറ്റം ആണെന്നുള്ളത് ബ്രാക്കറ്റ് കൊടുക്കുക. T1ന്റെ റീഡ് ഓപ്പറേഷൻ ആണെങ്കിൽ R1 എന്ന് കൊടുക്കുക, T2ന്റെ റീഡ് ആണെന്നുണ്ടെങ്കിൽ R2 എന്നുള്ള റെപ്രസെന്റ് ചെയ്യുക. അപ്പൊ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള സ്കെഡ്യൂൾ അതോ T1 T2 എന്നുള്ള രണ്ട് ട്രാൻസാക്ഷൻസ് ആണ് നമ്മുടെ ഡാറ്റാബേസിലുള്ള ഓപ്പറേഷൻസ് രണ്ട് ട്രാൻസാക്ഷൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഏത് ഓർഡറിലാണ് ഈ T1ലെയും T2ലെയും ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിന്റെ ഓർഡർ ആണ് താഴെ എസ് എ എന്നും പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് T1ലെ റീഡ് ഐറ്റം ഓഫ് എക്സ് ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം R1 ഓഫ് എക്സ് എന്ന് കൊടുക്കും. ദെൻ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എൻ, അത് നമ്മൾ ഈ സ്കെഡ്യൂളിൽ കാണിക്കേണ്ട ആവശ്യമില്ല. റീഡ് റൈറ്റ് കമ്മിറ്റ് അബോട്ട് ബിഗിൻ എൻഡ് ഇത്രയാണ് നമ്മൾ കാണിക്കേണ്ടതുള്ളൂ. അപ്പൊ ഇത് നമുക്കൊരു ആ ഒരു സ്കെഡ്യൂളിന്റെ ഒരു പാർട്ടാണ് നമ്മൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. അതുകൊണ്ട് നമ്മൾ ബിഗിനും എൻഡും കാണിച്ചിട്ടില്ല, ബാക്കിയുള്ളതാണ് കാണിച്ചിട്ടുള്ളൂ. അപ്പൊ R1 ഓഫ് എക്സ് എന്ന് എഴുതും. പിന്നെ എങ്ങോട്ടാ പോണത്, സ്വിച്ച് ടു T2 ആണ്. T2ല് റീഡ് ഐറ്റം ഓഫ് എക്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ R2 ഓഫ് എക്സ് എന്ന് എഴുതും. അഗെയിൻ സ്വിച്ച് ടു T1 ആണ്. T1ല് റൈറ്റ് ഐറ്റം ഓഫ് എക്സ് കാണിക്കാൻ W1 ഓഫ് എക്സ് കാണിക്കും.
R1 of y കാണിക്കും, പിന്നെ T2 W2 of x കാണിക്കും, അഗെയിൻ T1 W1 of y കാണിക്കും. അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഒരു സ്കെഡ്യൂളിനെ റെപ്രസെന്റ് ചെയ്യണത്. അപ്പൊ ഈ ഒരു നൊട്ടേഷൻ ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് ഇൻ എ സ്കെഡ്യൂൾ. സ്കെഡ്യൂൾ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് ഏതൊക്കെയാന്നുള്ളത് അറിഞ്ഞിരിക്കാം. അതായത് നമുക്ക് ബേസിക്കലി ഉള്ള ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാല് റീഡ്, റൈറ്റ്, കമ്മിറ്റ്, അബോർട്ട്, ഇത്രയാണ് ബേസിക്കലി ഉള്ള ഓപ്പറേഷൻസ്. അതിനകത്ത് കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് ഇൻ എ സ്കെഡ്യൂൾ അത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് 3 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു സ്കെഡ്യൂൾ തന്നാല് അതിനകത്ത് ഏതൊക്കെയാണ് കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് എന്ന് അറിയാൻ, അതായത് 2 ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ആണോ എന്ന് അറിയാനുള്ള 3 കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ആ 2 ഓപ്പറേഷൻസും ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിലായിരിക്കണം, സെയിം ഡേറ്റാബേസ് സിസ്റ്റത്തിൽ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ് ആയിരിക്കണം, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻ റൈറ്റ് ഓപ്പറേഷൻ ആയിരിക്കണം. ഓക്കെ, അപ്പോ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള 2 ഓപ്പറേഷൻസ് എന്തായിരിക്കും? കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് എന്ന് പറയും. അപ്പൊ ഈ കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കിയാണെങ്കിൽ നമുക്ക് ഇനി വരുന്ന പോർഷനിലേക്ക് പോകുമ്പോൾ ഷെഡ്യൂളിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ആക്ച്വലി സ്കെഡ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൽ ചെയ്യുന്ന എല്ലാ ഓപ്പറേഷൻസിനെയും ഓർഡർ ചെയ്യുക, ഏതൊക്കെ ട്രാൻസാക്ഷൻസിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് പോകേണ്ടത്, അതാണ് നമ്മൾ സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ആ ഒരു സ്കെഡ്യൂളിൽ എന്താണ് നമ്മുടെ കോൺഫ്ലിക്ട് ഓപ്പറേഷൻസ് ഏതൊക്കെയാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള 3 കണ്ടീഷൻസ് ആണ്. എന്ത് 2 ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ 2 ഓപ്പറേഷൻസ് എന്തായിരിക്കണം? ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിലായിരിക്കണം, സെയിം ഡേറ്റാബേസ് ഐറ്റത്തിലായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻ എന്തായിരിക്കണം? റൈറ്റ് ഓപ്പറേഷനും ആയിരിക്കണം. അപ്പൊ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് എല്ലാം കോൺഫ്ലിക്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷെഡ്യൂൾ എടുക്കാം. ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസും നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. അപ്പൊ സൈഡിൽ അതിന്റെ ഒരു ടേബിൾ ഫോർമാറ്റിലും കാണിച്ചിട്ടുണ്ട്, അതായത് സ്കെഡ്യൂൾ നേരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടും എഴുതിയിട്ടുണ്ട്. ഈ T1 T2 എന്ന് പറഞ്ഞ ടേബിളിൽ കാണിച്ചിരിക്കുന്നത് തന്നെ നമ്മൾ SA ഒരു സ്കെഡ്യൂളിന്റെ ഫോർമാറ്റിൽ എഴുതിയിരിക്കുന്നത് മാത്രം. അപ്പൊ T1 R1 ആണ് ആദ്യം ചെയ്യുന്നത്, അപ്പൊ R1 of X എഴുതി. പിന്നെ T2 റീഡ് ഐറ്റം ആണ്, അപ്പൊ R2 of X എഴുതി. അഗെയിൻ T1 സ്വിച്ച് ചെയ്ത് റൈറ്റ് ഐറ്റം ഓഫ് X ആണ്, നമ്മൾ W1 of X എഴുതി. പിന്നെ എഴുതിയത് R1 of Y ആണ്, അഗെയിൻ സ്വിച്ച് ടു T2 W2 of X എഴുതി. അഗെയിൻ സ്വിച്ച് ടു T1 W1 of Y എഴുതി. രീതിയിൽ അതിന് എഴുതാൻ പറ്റും. ഇനി ഇതിനകത്ത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻസ്, 2 ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ആ 2 ഓപ്പറേഷൻസും ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിലായിരിക്കണം, സെയിം ഡേറ്റാബേസ് ആയിട്ടായിരിക്കും. ഇപ്പൊ എക്സിലുള്ള ഓപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ മറ്റേ ട്രാൻസാക്ഷനിൽ എന്തായിരിക്കണം? എക്സിലായിരിക്കണം. ആൻഡ് അറ്റ്ലീസ്റ്റ് 1 ഓപ്പറേഷൻ എന്തായിരിക്കണം? റൈറ്റ് ഓപ്പറേഷനും ആയിരിക്കണം. അപ്പൊ അതിനകത്ത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു സ്കെഡ്യൂൾ എടുത്ത് അതിനകത്ത് ഫസ്റ്റ് T1 T2 ആ ടേബിൾ നോക്കുക. ടേബിൾ നോക്കിയിട്ട് ഫസ്റ്റ് ഓപ്പറേഷൻ എടുക്കുക, റീഡ് ഐറ്റം ഓഫ് X. അതിന് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിന്റെ ഇപ്പുറത്ത്, അതായത് T1 T2 എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻസിൽ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് റീഡ് ഐറ്റം ഓഫ് X ആണ്. അപ്പൊ അതിന് കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ എവിടെ നോക്കണം? T1 നോക്കരുത്, T2 നോക്കണം. ഓക്കെ, T2 നോക്കുമ്പോൾ റീഡ് ഐറ്റം ഓഫ് X ആണ് T1 T2 അത് കഴിഞ്ഞിട്ട് വരുന്നത് റീഡ് ഐറ്റം ഓഫ് X. അത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ അല്ല. കാരണം എന്താ? രണ്ടും ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്, സെയിം ഡേറ്റാബേസ് ഐറ്റം ആണ്. പക്ഷെ ഫസ്റ്റിലും റീഡ് ഐറ്റം ഓഫ് X ആണ്, രണ്ടാമത്തതിലും റീഡ് ഐറ്റം ഓഫ് X ആണ്. അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻ എന്തായിരിക്കണം? റൈറ്റ് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കോംബോ കോൺഫ്ലിക്റ്റ് അല്ല. ഓക്കെ, ഇനി നമുക്ക് വേണ്ടി നോക്കാം. ഫസ്റ്റ് T1 റീഡ് ഐറ്റം ഓഫ് X T2 റൈറ്റ് ഐറ്റം ഓഫ് X എന്താണ്? കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ അതിനെ നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസിലുള്ള എല്ലാ പോസിബിൾ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസും നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുത്തത് റീഡ് ഐറ്റം ഓഫ് X, R1 of X ഉം R2 of X ആണ് ആദ്യം എടുത്തത്. അത് രണ്ടും കോൺഫ്ലിക്റ്റ് അല്ല, മനസ്സിലായി. പിന്നെ എടുക്കുന്നത് R1 of X ഉം W2 of X ഉം കോൺഫ്ലിക്റ്റ് ആണോ നോക്കുക. ഓക്കെ, അപ്പൊ അത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആക്കാതാണ്. R1 of X W2 of X രണ്ടും ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്, സെയിം ഡേറ്റാബേസ് റൈറ്റ് ആണ്, അറ്റ്ലീസ്റ്റ് ഓപ്പറേഷൻ റൈറ്റ് ആണ്. അപ്പൊ നമുക്ക് അത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ലിസ്റ്റിലേക്ക് മാറ്റാം. ഓക്കെ, അടുത്തത് ആരാണ്?
അടുത്ത സെറ്റ് എടുക്കാം. അപ്പൊ ഇനി അടുത്ത ഓപ്പറേഷൻ റീഡ് ഐറ്റം ഓഫ് എക്സ് T2 R2 ഓഫ് എക്സ് എടുക്കുക. R2 ഓഫ് എക്സിന്റെ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? T1 നോക്കാം. ഓക്കെ, അപ്പോ R2 ഓഫ് എക്സ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ T1 W1 ഓഫ് എക്സ് എന്താണ്? കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണ്. W1 ഓഫ് എക്സ് കോൺഫ്ലിക്റ്റ്. കാരണം രണ്ടും സെയിം ഡേറ്റാബേസ് ആയിട്ടാണ്, ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്, അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻ റൈറ്റ് ആണ്. അപ്പൊ നമുക്ക് R2 ഓഫ് എക്സും W1 ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണ്, മനസ്സിലായി. ഇനി അടുത്ത ഓപ്പറേഷൻ നോക്കാം. W1 ഓഫ് എക്സും W2 ഓഫ് എക്സും എന്താണ്? കോൺഫ്ലിക്റ്റ് ആണ്. കാരണം രണ്ടും ഡിഫറെന്റ് ട്രാൻസാക്ഷൻ ആണ്, സെയിം ഡേറ്റാബേസ് ആയിട്ടാണ്, അറ്റ്ലീസ്റ്റ് ഒരെണ്ണം റൈറ്റ് ആണ്. അപ്പൊ അത് നമുക്ക് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ എഴുതി. വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇതിനകത്തുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിൽ റീഡ് ഐറ്റം ഓഫ് എക്സ് ഓഫ് എക്സും W1 ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ആണോ? അല്ല. കാരണം എന്താ? അത് രണ്ടും സെയിം ട്രാൻസാക്ഷനിലെ ഓപ്പറേഷൻസ്. അപ്പൊ അത് ഒരിക്കലും കോൺഫ്ലിക്റ്റ് ആവില്ല. അപ്പൊ നമുക്കൊരു ഷെഡ്യൂൾ തന്നാല് അതിനകത്തുനിന്ന് നമുക്ക് നമ്പർ ഓഫ് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് കിട്ടും. നമ്മൾ അതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. അപ്പൊ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണോ? രണ്ട് ഓപ്പറേഷൻസ് കോൺഫ്ലിക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിലെ ഓപ്പറേഷൻസ് ആയിരിക്കണം, സെയിം ഡേറ്റാബേസ് ആയിട്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു ഓപ്പറേഷൻ എന്തായിരിക്കണം? റൈറ്റ് ഓപ്പറേഷനും ആയിരിക്കണം. ആ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് ഓപ്പറേഷൻസിനെയാണ് നമ്മൾ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സ്കെഡ്യൂൾ തന്നതിൽ നിന്ന് കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് മാറ്റി വെച്ചു. അപ്പൊ ബാക്കി വരുന്ന ഓപ്പറേഷൻസ് എല്ലാം എന്താണ്? നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ്. കാരണം R1 ഓഫ് എക്സും R2 ഓഫ് എക്സും നോൺ കോൺഫ്ലിക്റ്റ് ആ. കാരണം ഡിഫറെന്റ് ട്രാൻസാക്ഷനും ആണ്, സെയിം ഡേറ്റാബേസ് ആയിട്ടും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം എന്ത് വേണം? റൈറ്റ് ഓപ്പറേഷനും വേണം. എന്നാൽ മാത്രമാണ് കോൺഫ്ലിക്റ്റ് ആവുന്നത്. ഇതിനകത്ത് രണ്ടും റീഡ് ഓപ്പറേഷൻ ആണ്. അപ്പൊ അത് കോൺഫ്ലിക്റ്റ് അല്ല. ദെൻ W2 ഓഫ് എക്സ് ആൻഡ് W1 ഓഫ് വൈ, അതും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ അല്ല. കാരണം ഡിഫറെന്റ് ഡേറ്റാബേസ് ഐറ്റത്തിലാണ് ആ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് അതും എന്താണ്? നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണ്. പിന്നെ R1 ഓഫ് എക്സും W1 ഓഫ് എക്സും, മൂന്നാമത്തെ നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ. അത് നോൺ കോൺഫ്ലിക്റ്റ് ആകാനുള്ള കാരണം രണ്ടും ഡിഫറെന്റ് ട്രാൻസാക്ഷൻസിലെ അല്ല, സെയിം ട്രാൻസാക്ഷൻസിലെ ഓപ്പറേഷൻസ് ആണ്. അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്താൽ കോൺഫ്ലിക്റ്റ് ആൻഡ് നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിനെ പറക്കി വയ്ക്കാൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിനാണ് ഈ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണോ നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണോ എന്ന് അറിയുന്നത് എന്താന്ന് വെച്ചാൽ, കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ, അതായത് നമ്മളിപ്പോ ഈ ഒരു ട്രാൻസാക്ഷനിൽ നമ്മൾ കുറെ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് കണ്ടുപിടിച്ചു. അപ്പൊ R1 ഓഫ് എക്സും W2 ഓഫ് എക്സും എന്താ? കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് കിട്ടിയാൽ, ഐഡന്റിഫൈ ചെയ്താൽ, അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് ആ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ഈ എക്സാമ്പിളിൽ R1 ഓഫ് എക്സ് കഴിഞ്ഞിട്ടാണ് W2 ഓഫ് എക്സ് പെർഫോം ചെയ്യുന്നത്. അപ്പോ നമ്മൾ കോൺഫ്ലിക്റ്റ് ഈ R1 ഓഫ് എക്സ് W2 ഓഫ് എക്സിന്റെയും ഓർഡർ ചേഞ്ച് ചെയ്യുക. അതായത് R1 ഓഫ് എക്സ് കഴിഞ്ഞിട്ടാണ് W2 ഓഫ് എക്സ് നമ്മുടെ ഈ സ്കെഡ്യൂളിൽ പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് R1 എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും മുമ്പ് W2 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? വേറെ റിസൾട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിഫറെന്റ് ഔട്ട്കം ആണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കം കിട്ടൂല, ഡിഫറെന്റ് ഔട്ട്കം കിട്ടും. ഓക്കെ, അപ്പോ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ അത് റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയും. അങ്ങനത്തെ രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം R1 ഓഫ് എക്സും W2 ഓഫ് എക്സും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻ ആണ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ, അതായത് റീഡ് കഴിഞ്ഞിട്ടാണ് റൈറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പൊ അതിനകത്ത് എന്താണ്? റീഡ് കഴിഞ്ഞിട്ടാണ് റൈറ്റ് ചെയ്യണത്. അപ്പൊ റൈറ്റ് കഴിഞ്ഞിട്ട് റീഡ് ചെയ്താൽ നമുക്ക് എന്താണ്? വേറെ വാല്യൂസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഒരു ട്രാൻസാക്ഷന്റെ റിസൾട്ടിൽ കിട്ടുന്നത്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റിനാണ് നമ്മൾ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. അതായത് കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ഔട്ട്കം ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ R1 ഓഫ് എക്സ് W2 ഓഫ് എക്സ്, ആ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം അല്ല, അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഔട്ട്കം. അതിനെയാണ് നമ്മൾ റീഡ് റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് പ്രോബ്ലം എന്ന് പറയുന്നത് റൈറ്റ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ W1 ഓഫ് എക്സും W2 ഓഫ് എക്സും എന്താണ്? കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ആണ്. അപ്പൊ അതിന് പകരം W2 കഴിഞ്ഞിട്ട് W1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്?
റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഡിഫറെന്റ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ റൈറ്റ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്. ആദ്യം ഫസ്റ്റ് ട്രാൻസാക്ഷൻ റൈറ്റ് ചെയ്തതിനെ സെക്കൻഡ് ട്രാൻസാക്ഷൻ അഗെയിൻ റൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കം അല്ല നമുക്ക് എന്ത് കിട്ടുന്നത്, ആദ്യം W2 ചെയ്തിട്ട് W1 ചെയ്യുമ്പോൾ കിട്ടുന്ന ഔട്ട്കം. അപ്പൊ അതിനകത്ത് വരുന്ന പ്രോബ്ലം ആണ് റൈറ്റ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് കോൺഫ്ലിക്റ്റിംഗ് അല്ലാത്ത ഓപ്പറേഷൻസിന്റെ നമുക്ക് ഓർഡർ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം, അവിടെ പ്രശ്നമില്ല. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിൽ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് നമ്മൾ കുറെ കണ്ടു. R1 of X, R2 of X, W2 of X, W1 of Y, R1 of X, W1 of X. ഇതൊന്നും കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഇല്ല. അപ്പൊ ആ ഒരു സ്കെഡ്യൂളിൽ ഈ പറഞ്ഞ നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താൽ നമുക്ക് എന്താണ്, ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. അതായത് ഈ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഉള്ളതും അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്തിട്ടുള്ള സ്കെഡ്യൂളിനും ഔട്ട്പുട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്താലാണ് നമുക്ക് ഡിഫറെന്റ് ഔട്ട്കം കിട്ടുന്നത്. പക്ഷെ നോൺ കോൺഫ്ലിക്റ്റിംഗ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ട്രാൻസാക്ഷന്റെ റിസൾട്ടിന് പ്രത്യേകിച്ച് ഡിഫറൻസ് വരുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കണത് എന്താണ്, ഒരു ഇന്റർലീവ്ഡ് മാനറിൽ നമ്മൾ ട്രാൻസാക്ഷൻസിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ എന്താണ്, നമ്മുടെ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസും നോൺ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിനും ഐഡന്റിഫൈ ചെയ്ത്, അതായത് നമ്മൾ ഒരു സാധാ ഒരു ട്രാൻസാക്ഷൻസ് ആയിരിക്കും, പക്ഷെ നമ്മളത് CPU യൂട്ടിലൈസേഷനും റിസോഴ്സ് യൂട്ടിലൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇന്റർലീവ്ഡ് മാനറിലായിരിക്കും എക്സിക്യൂട്ട് ചെയ്തത്. നമുക്ക് സാധാരണ ഒരു സീരിയൽ ഷെഡ്യൂൾ പോലെ ട്രാൻസാക്ഷൻസിൽ എക്സിക്യൂഷൻ പോസിബിൾ ആവുമെങ്കിലും നമ്മുടെ റിസോഴ്സ് യൂട്ടിലൈസേഷനും പ്രോസസർ യൂട്ടിലൈസേഷനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസാക്ഷൻസിനെല്ലാം നമ്മൾ ഇന്റർലീവ് ചെയ്യും. അപ്പൊ ഒരു സമയത്തും പ്രോസസറോ മെമ്മറി ഒന്നും ഐഡിൽ ആയിട്ട് ഇരിക്കാതെ എല്ലാ സമയത്തും ഈ പറഞ്ഞ റിസോഴ്സസ് ഒക്കെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ട നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡാറ്റാബേസ് സിസ്റ്റത്തിലുള്ള ഫുൾ ട്രാൻസാക്ഷൻസ് നമ്മൾ ഇന്റർലീവ് ചെയ്തായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഇന്റർലീവിന്റെ പ്രോസസ്സിൽ നമുക്ക് ഈ പറഞ്ഞ അതിന്റെ ഓർഡർ, ട്രാൻസാക്ഷൻസിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ ആ ട്രാൻസാക്ഷൻസിൽ കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡറിന്റെ എക്സിക്യൂഷൻ ഓർഡറിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസിന്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ഔട്ട്കം ആയിരിക്കും ഡാറ്റാബേസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യണത്. അതാണ് അതിന്റെ പ്രോബ്ലം. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ക്യാരക്ടറൈസിങ് ഷെഡ്യൂൾസ് ബേസ്ഡ് ഓൺ റീകവറബിലിറ്റി. അപ്പൊ നമുക്ക് ഇപ്പൊ ആദ്യമേ കോൺഫ്ലിക്റ്റ് ഷെഡ്യൂൾ എന്താന്ന്, കോൺഫ്ലിക്റ്റ് ഓപ്പറേഷൻസ് എന്താന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഷെഡ്യൂൾസിനെ നമുക്ക് റീകവറബിലിറ്റിയുടെ ബേസിസിൽ ഡിഫറെന്റ് ഷെഡ്യൂൾ ആയിട്ട് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ റീകവറബിൾ ഷെഡ്യൂള്, സെക്കൻഡ് വൺ ഇറക്കവറബിൾ ഷെഡ്യൂൾ, പിന്നെ കാസ്കേഡിംഗ് റോൾ ബാക്ക്, കാസ്കേഡ്ലെസ് റോൾ ബാക്ക്. അപ്പൊ ഇത്രയും 4 എണ്ണം ഉണ്ട്, 4 ഷെഡ്യൂൾസ് ഉണ്ട്. റീകവറബിലിറ്റിയുടെ ബേസിസിൽ നമുക്ക് 4 ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് വൺ റീകവറബിൾ ഷെഡ്യൂൾ. അപ്പൊ ഇതിനകത്ത് നോക്കാം, നമുക്കൊരു ഷെഡ്യൂൾ തന്നാൽ റീകവറബിൾ ആണോ എന്നറിയാനായിട്ട് നമുക്ക് എന്ത് നോക്കിയാൽ മതി, ഏത് ട്രാൻസാക്ഷൻ ആണോ ഒരു ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് അത് എന്ത് ചെയ്യണം, അത് കമ്മിറ്റ് ചെയ്തിട്ടാണ് അതിൽ നിന്ന് റീഡ് ചെയ്ത ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാവുള്ളൂ. സപ്പോസ് ഈ ഒരു എക്സാമ്പിൾ നോക്കാം, ഒരു ഷെഡ്യൂളിൽ T എന്ന ട്രാൻസാക്ഷനും ഉണ്ട്, T' ഉണ്ട്. ഓക്കെ, അപ്പൊ റീകവറബിൾ ഷെഡ്യൂൾ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഷെഡ്യൂളിൽ ഡേറ്റാബേസ് ഐറ്റം എന്ന് പറഞ്ഞത് എക്സാം Y ആവാം Z ആവാം. അപ്പൊ ഇത് X എന്ന ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് ആരാണ്, T' ആണ്. T' എന്നുള്ള ട്രാൻസാക്ഷൻ ആണ് X എന്നുള്ള ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത്. അപ്പം ആ T' കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ T' ഡേറ്റാബേസ് ഐറ്റം റീഡ് ചെയ്ത ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ ഇതിനകത്ത് 2 ട്രാൻസാക്ഷൻ ഉള്ളൂ, ടിയും T'. അപ്പൊ X എന്നുള്ള ഡേറ്റാബേസ് ഐറ്റം T' ആണ് ഫസ്റ്റ് റൈറ്റ് ചെയ്തത്. അപ്പം ആ T' കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് T കമ്മിറ്റ് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരും. കാരണം നമ്മൾ ഇതിനു മുമ്പ് നമ്മളൊരു കേസ് കണ്ടതായിരുന്നു, നമ്മളിപ്പോ ടിയും T' ഉണ്ട്. അപ്പം റൈറ്റ് ഐറ്റം ഓഫ് X T' ചെയ്തു, അത് കഴിഞ്ഞിട്ട് Tയിൽ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഓപ്പറേഷൻസ് ചെയ്തു. ദെൻ T' കമ്മിറ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് T എന്തായി, ഫെയിൽ ആയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അത് നമുക്ക് റോൾ ബാക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അത് ആ ഒരു കേസ് ഉണ്ടാകാതിരിക്കാൻ
നമ്മൾ എന്ത് ചെയ്യണം, റീകവറബിൾ ഷെഡ്യൂൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയണത്. അപ്പൊ നമുക്കൊരു ഷെഡ്യൂൾ തന്നാൽ അത് റീകവറബിൾ ഷെഡ്യൂൾ ആണോ നോക്കാൻ വേണ്ടി എന്ത് മതി, ഒരു ആ ഒരു ഷെഡ്യൂളിൽ ഏത് ട്രാൻസാക്ഷൻ ആണോ ഒരു ഡേറ്റാബേസ് ഐറ്റത്തിന് റൈറ്റ് ചെയ്തത്, അപ്പോൾ ആ ട്രാൻസാക്ഷനെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിൽ നിന്ന് റീഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് ഓപ്പറേഷൻ വരാവുള്ളൂ. അപ്പൊ ഈ ഒരു എക്സാമ്പിളിൽ ടിയും ടി ഡാഷും ഉണ്ട്. ടി ഡാഷ് ആണ് ഫസ്റ്റ് റൈറ്റ് ചെയ്തത്, എക്സ് എന്നുള്ള ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് ടി ഡാഷ് ആണ്. അപ്പൊ ടി ഡാഷിന്റെ കമ്മിറ്റ് എവിടെയാ വരാവുള്ളൂ, ടി ഡാഷിന്റെ കമ്മിറ്റ് ആദ്യം വരണം, എന്നിട്ട് മാത്രമാണ് ടി ഡാഷിന്ന് ഒരു എക്സ് എന്നുള്ള ഡേറ്റാബേസ് ഐറ്റം ടി റീഡ് ചെയ്തിട്ടുണ്ട്, ആ ട്രാൻസാക്ഷനിലെ കമ്മിറ്റ് പിന്നെയാണ് വരാവുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഷെഡ്യൂളാണ് റീകവറബിൾ ഷെഡ്യൂൾ. അപ്പൊ ഇതിനകത്ത് യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്കൊരു ഷെഡ്യൂൾ തന്നിട്ട് അത് റീകവറബിൾ ഷെഡ്യൂൾ ആണോ എന്ന് നോക്കാം, ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ അതിനകത്ത് നമ്മൾ ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി, ഒരു ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്ത ട്രാൻസാക്ഷൻ ഏതാണോ അതാണ് ഫസ്റ്റ് കമ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ഡേറ്റാബേസ് ഐറ്റത്തിന് റീഡ് ചെയ്ത ട്രാൻസാക്ഷൻസിന്റെ കമ്മിറ്റ് ഓപ്പറേഷൻ വരാവുള്ളൂ. അങ്ങനത്തെ ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ റീകവറബിൾ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇനി ഇർറിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇർറിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് ഇത് നോക്കുക, ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് 2 ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേജ് തന്നിട്ടുണ്ട്. അപ്പൊ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 2 ട്രാൻസാക്ഷൻസ് T1 ആൻഡ് T2. അപ്പൊ T1ൽ R ഓഫ് A ചെയ്തു, ഒരു ഡേറ്റാബേസ് ഐറ്റം സേ 5000 ആയിരുന്നു, അത് റീഡ് ചെയ്തു. എയിൽ നിന്ന് 1000 കുറയ്ക്കണം കേട്ടോ, അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, 100 അല്ല 1000, എന്നാലാണ് 4000 ആവുള്ളൂ. A -1000 ചെയ്തപ്പോൾ 4000 ആയി, അത് റൈറ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഡേറ്റാബേസിലെ സിസ്റ്റത്തിൽ എന്റെ വാല്യൂ 4000 ആണ്. അഗെയിൻ T1ന്റെ അത്രയും ഓപ്പറേഷൻസ് കഴിഞ്ഞിട്ട് T2ലേക്ക് സ്വിച്ച് ചെയ്തു. T2 റീഡ് ഓഫ് A ചെയ്തു. റീഡ് ഓഫ് A ചെയ്യുമ്പോൾ നമുക്ക് ഏത് വാല്യൂ കിട്ടുക, 4000, കാരണം അവിടെ അപ്ഡേഷൻ നടന്നു, ട്രൈ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പൊ 4000 റീഡ് ചെയ്തു, അതിന്റെ കൂടെ 500 കൂട്ടിയപ്പോ 4500 ആയി, പിന്നെ അതിനെ റൈറ്റ് ചെയ്തു. അപ്പൊ ഇപ്പൊ ലാസ്റ്റ് ഡേറ്റാബേസ് ഐറ്റം എന്റെ വാല്യൂ എത്രയാണ്, 5000 ആണ്. ഓക്കെ, അപ്പോ എന്നിട്ട് എന്ത് ചെയ്തു, കമ്മിറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. അപ്പൊ ഇർറിക്കവറബിൾ അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പൊ T2 കമ്മിറ്റും കഴിഞ്ഞു, റൈറ്റ് ചെയ്ത് 4500 കഴിഞ്ഞിട്ട് അത് റൈറ്റും ചെയ്തിട്ട് എന്ത് ചെയ്തു, T കമ്മിറ്റ് ചെയ്തു. T കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, പെർമനന്റ്ലി എന്റെ വാല്യൂ നമ്മുടെ ഡിസ്കില് 4500 ആയി. അഗെയിൻ സ്വിച്ച് ടു T1. T1ലേക്ക് വന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു, ഫെയിലർ വന്നു, സിസ്റ്റം ഫെയിലേഴ്സോ നെറ്റ്വർക്ക് ഇഷ്യൂസോ ഒക്കെ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ എറർ വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്താണ്, നമ്മുടെ സിസ്റ്റം റോൾ ബാക്ക് ചെയ്യണം, T1ലേക്ക് റോൾ ബാക്ക് ചെയ്തേ പറ്റും, ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകണം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം, T1ലേക്ക് റോൾ ബാക്ക് ചെയ്താലും ഇനീഷ്യൽ സ്റ്റേറ്റ് കിട്ടില്ല. കാരണം എന്താ, T1ൽ നിന്ന് റീഡ് ചെയ്ത സാധനം T2ൽ എന്ത് ചെയ്തു, അപ്ഡേറ്റ് ചെയ്ത് അവിടെ കമ്മിറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഡേറ്റാബേസിൽ ഇപ്പൊ ലാസ്റ്റ് എത്ര വാല്യൂ, എന്റെ വാല്യൂ 4500 ആയിരിക്കും കിട്ടുന്നത്, കാരണം അത് ഡേറ്റാബേസിൽ ചേഞ്ചസും വരുത്തി അത് കമ്മിറ്റും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്ക് എന്താ, നമ്മുടെ ഇനിഷ്യൽ റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. അങ്ങനത്തെ ഷെഡ്യൂളിനാണ് നമ്മൾ എന്ത് പറയാ, ഇർറിക്കവറബിൾ ഷെഡ്യൂൾ എന്ന് പറയണത്. അപ്പോ ആരാണോ ഫസ്റ്റ് റൈറ്റ് ചെയ്തത് അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഏത്, അതിന് റീഡ് ചെയ്ത ട്രാൻസാക്ഷൻ കമ്മിറ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനകത്ത് T1 T2 എന്നുള്ള 2 ട്രാൻസാക്ഷൻ ഉണ്ട്. T1 ആണ് ആക്ച്വലി എനെ ഫസ്റ്റ് റൈറ്റ് ചെയ്തത്, പക്ഷെ അതിൽ നിന്ന് റീഡ് ചെയ്ത ട്രാൻസാക്ഷൻ T2 കമ്മിറ്റ് ചെയ്തിട്ടാണ് T1 കമ്മിറ്റ് ചെയ്യാൻ പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് പറയുന്ന പേരാണ് എന്താ, ഇർറിക്കവറബിൾ ഷെഡ്യൂൾ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സിസ്റ്റം ഫെയിലിയർ വന്നാൽ നമുക്ക് എന്താണ്, നമുക്ക് റോൾ ബാക്ക് അല്ലെങ്കിൽ റീകവർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നു. കാരണം എന്താ, ആ ഫസ്റ്റ് ട്രാൻസാക്ഷനിൽ നിന്ന് റൈറ്റ് ചെയ്ത ഡേറ്റ T2 റീഡ് ചെയ്തു, ചേഞ്ച് ചെയ്തു, കമ്മിറ്റും ചെയ്തു. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് ഇനീഷ്യൽ സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റൂല. കാരണം എന്താ, അത് കമ്മിറ്റ് ഓപ്പറേഷനും കഴിഞ്ഞു, എന്നിട്ടാണ് T1 കമ്മിറ്റ് ചെയ്യാൻ നോക്കണത്. അപ്പൊ അത് കമ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല, എറർ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം, റോൾ ബാക്ക് ചെയ്യണം. റോൾ ബാക്ക് ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാരണം എന്താ, T1ൽ റൈറ്റ് ചെയ്ത ഡേറ്റാബേസ് ആയാലും T2ൽ റീഡ് ചെയ്തു, അപ്ഡേറ്റും ചെയ്ത് അത് കമ്മിറ്റും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമുക്കത് റീകവർ ചെയ്യാൻ പറ്റാത്ത ഷെഡ്യൂൾ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇർറിക്കവറബിൾ ഷെഡ്യൂൾ. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ ആണ് എഴുതിയേക്കുന്നത്. വെൻ TA is reading the value updated by T1,
TI and TJ is commit before committing of T, the schedule will be recorded. അപ്പൊ TI TJ എന്നുള്ള രണ്ട് ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ അതിനകത്ത് TJ TIയിൽ അപ്ഡേറ്റ് ചെയ്ത വാല്യൂ TJ റീഡ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, അതിനെ കമ്മിറ്റ് ചെയ്തു. TI കമ്മിറ്റ് ചെയ്യുന്നേക്കാൾ മുമ്പ് TJ കമ്മിറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ അങ്ങനെ ഒരു ഷെഡ്യൂൾ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഇർറിക്കവറബിൾ ഷെഡ്യൂൾ ആണ് പറയാം. അപ്പൊ അതാണ് അതിന്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്തൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. RSC ഷെഡ്യൂൾ C ആണ് കേട്ടോ. R1 of X, W1 of X, R2 of X, R1 of Y, W2 of X, C2 A. C2 എന്ന് പറയുന്നത് T2 സെക്കൻഡ് ട്രാൻസാക്ഷന്റെ കമ്മിറ്റ്, A1 എന്ന് പറഞ്ഞാൽ T1 ഫസ്റ്റ് ട്രാൻസാക്ഷന്റെ അബോട്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ദിസ് ഷെഡ്യൂൾ ഇസ് റീകവറബിൾ ആണോ എന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റീകവറബിൾ ആവണമെന്ന് എന്താ അർത്ഥം? ഒരു ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് ആരാണോ ആ ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് ആയിട്ടാണ് അതിന് റീഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് വരാവുള്ളൂ. അപ്പൊ ജസ്റ്റ് ആ ഷെഡ്യൂൾ നോക്കിയാൽ മതി. R1 of X, W1 of X, R2 of X, R1 of Y, W2 of X, C2 A1. ഇതിനകത്ത് X എന്നുള്ള ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് ആരാണ്? W1, അതായത് T1ലുള്ള ട്രാൻസാക്ഷൻ ആണ് ഫസ്റ്റ് റൈറ്റ് ചെയ്തത്. അപ്പം ആ ഒരു സ്കെഡ്യൂളിൽ ഫസ്റ്റ് കമ്മിറ്റ് ചെയ്തത് ഇതാണോ എന്ന് നോക്കാം. ഓക്കെ, അതായത് T1 ആണ് X എന്നുള്ള ഡേറ്റാബേസ് ആയിട്ട് ഫസ്റ്റ് റൈറ്റ് ചെയ്തത്. അപ്പോ അത് കമ്മിറ്റ് ചെയ്തതിന് ശേഷമാണോ അതിൽ നിന്ന് റീഡ് ചെയ്ത ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തെന്ന് നോക്കുക. അപ്പോൾ T1ന്റെ C1 എന്നുള്ള സംഭവം ഇവിടെ കാണിച്ചിട്ടില്ല. C1 എന്ന് പറഞ്ഞത് കമ്മിറ്റ് ഓഫ് ട്രാൻസാക്ഷൻ T1 ആണ്, പക്ഷെ ഇവിടെ C2 A1 ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഷെഡ്യൂൾ എന്താണ്? നോൺ റീകവറബിൾ ഷെഡ്യൂൾ ആണ്, അല്ലെങ്കിൽ ഇർറിക്കവറബിൾ ഷെഡ്യൂൾ ആണ്. ശരിക്കും പറഞ്ഞാൽ എന്ത് പറഞ്ഞായിരുന്നു? C1 കഴിഞ്ഞിട്ടായിരുന്നു C2 വരേണ്ടത്. ഓക്കെ, ഏത് ട്രാൻസാക്ഷൻ ആണോ ഫസ്റ്റ് റൈറ്റ് ചെയ്തത് അതിന്റെ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടാണ് അതിൽ നിന്ന് റീഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് ഓപ്പറേഷൻ വരാവുള്ളൂ. അതാണ് നമ്മുടെ ഇർറിക്കവറബിൾ ഷെഡ്യൂളിന്റെ ഫോർമൽ ഡെഫിനിഷൻ. അപ്പൊ ഈ ഒരു ഷെഡ്യൂൾ വന്നേക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇർറിക്കവറബിൾ, നമുക്ക് നോൺ അല്ലെങ്കിൽ ഇർറിക്കവറബിൾ ഷെഡ്യൂൾ ആണ്. അതാണ് അതിന്റെ ജസ്റ്റിഫിക്കേഷൻ. ഇനി ഈ എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഷെഡ്യൂൾ R1 of X, W1 of X, R2 of X, R1 of Y, W2 of X, W1 of Y, C1 C2. അപ്പൊ ഇതിനകത്ത് നോക്കുക, X എന്നുള്ള ഡേറ്റാബേസ് ആയിട്ട് റൈറ്റ് ചെയ്തത് T1ലാണ്. ഓക്കെ, W1 of X കൊടുത്തിട്ടുണ്ട്. അപ്പൊ T1ന്റെ കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് അതിന് റീഡ് ചെയ്ത ട്രാൻസാക്ഷൻസിന്റെ കമ്മിറ്റ് വരാവുള്ളൂ. അപ്പൊ ഈ ഒരു സ്കെഡ്യൂളിലെ ലാസ്റ്റ് C1 അതാണ് C2. ഓക്കെ, അപ്പൊ ആ ഒരു സ്കെഡ്യൂൾ എന്താണ്? റീകവറബിൾ ഷെഡ്യൂൾ എന്ന് പറയാം. ഇനി അടുത്ത ടോപ്പിക് പറഞ്ഞാൽ കാസ്കേഡ് റോൾബാക്ക്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾസ് ആണ്. ഇത് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ ഓരോന്നിന്റെയും റൂൾസ്, ഓരോന്നും എന്ത് ഷെഡ്യൂൾ എന്താണ്, അതിന്റെ കണ്ടീഷൻസ് എന്താന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോണത്. ഫസ്റ്റ് നമ്മൾ കണ്ടത് റീകവറബിൾ ഷെഡ്യൂൾ ആണ്. ഇനി പറയാൻ പോണത് കാസ്കേഡിംഗ് റോൾ ബാക്ക് ഷെഡ്യൂൾ. കാസ്കേഡിംഗ് റോൾ ബാക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഡെഫിനിഷൻ തന്നിട്ടുണ്ട്. ഇഫ് TJ is reading a value updated by T1 and commit of TJ is delayed commit of TI, the schedule is called recoverable with cascading rollback. Recoverable with cascading rollback. അപ്പൊ ഈ ഒരു എന്താണ് നമ്മുടെ ട്രാൻസാക്ഷന്റെ ടേബിളില് സെയിം ആദ്യമേ കണ്ട ഓപ്പറേഷൻസ് തന്നെയാണ്. അപ്പൊ അതിനകത്ത് W of T2ന്റെ W of A കഴിഞ്ഞിട്ട് ഫെയിലർ പോയിന്റ് കമ്മിറ്റ്, പിന്നെ ലാസ്റ്റ് കമ്മിറ്റ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കാസ്കേഡിംഗ് റോൾബാക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാല് ഇഫ് TJ ഈസ് റീഡിംഗ് വാല്യൂ അപ്ഡേറ്റഡ് ബൈ T1 TI and commit of TJ is delayed till the commit of TI, the schedule is called recoverable with cascading rollback. അപ്പൊ അതായത് നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് കുറച്ചും കൂടെ ഒരു കമ്മിറ്റ് ഓപ്പറേഷന്റെ ഒരു എക്സാമ്പിൾ, കമ്മിറ്റ് ഓപ്പറേഷൻ വെച്ചിട്ടാണ് കാസ്കേഡിംഗ് റോൾബാക്ക് ഷെഡ്യൂൾ, കാസ്കേഡിംഗ് റോൾബാക്ക് ഷെഡ്യൂളിന്റെ റൂള് പറയുന്നത്. അപ്പം നമ്മുടെ ഷെഡ്യൂളിൽ ഏത് ട്രാൻസാക്ഷൻ ആണോ ഒരു ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് അതിന്റെ കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് കമ്മിറ്റ് ചെയ്യാവുള്ളൂ. അപ്പൊ റീകവറബിൾ ഷെഡ്യൂളിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഒരു ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് ആരാണോ അതിന്റെ അത് കമ്മിറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസ് അതിന് റീഡ് ചെയ്യാവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ രണ്ടിനും കമ്മിറ്റിനെ പറ്റിയാണ്. ഫസ്റ്റ് റൈറ്റ് ചെയ്ത ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് വരാവുള്ളൂ. ഇതിനകത്ത് ഈ ഒരു ടേബിൾ എന്ന് പറഞ്ഞത് എന്താണ്? അത് കാസ്കേഡിംഗ് റോൾബാക്ക് ഷെഡ്യൂളിലെ
എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഡെഫിനിഷൻ ആണ് കേട്ടോ നിങ്ങൾ പഠിക്കേണ്ടത്. ഈ ഒരു എക്സാമ്പിൾ നോക്കുക. ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ R1 of x, W1 of x, R2 of x, R1 of y, W2 of x, W1 of y, A1, A2. അപ്പൊ ഇതിനകത്ത് W1 of x ഉം ആണ് ഫസ്റ്റ് റൈറ്റ് ചെയ്തത്. അപ്പൊ അതിന്റെ എന്താണ് വേണ്ടത്? അതാണ് കമ്മിറ്റ് ചെയ്യേണ്ടത് ആദ്യം. എന്നാലാണ് നമ്മുടെ കാസ്കേഡിംഗ് റോൾ ബാക്ക് ഷെഡ്യൂൾ ഓക്കെ ആവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. കാസ്കേഡ്ലെസ് ഷെഡ്യൂളിന്റെ റൂള്. ഇപ്പം ഷെഡ്യൂൾ ഇസ് ടു ബി കാസ്കേഡ്ലെസ്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന നാലാമത്തെ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ, മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ ആണ് കാസ്കേഡ്ലെസ്. ഇപ്പൊ കാസ്കേഡ്ലെസ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ടു അവോയ്ഡ് കാസ്കേഡിംഗ് റോൾ ബാക്ക് നമുക്ക് കാസ്കേഡിംഗ് റോൾ ബാക്ക് അവോയ്ഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ റൂള് എവറി ട്രാൻസാക്ഷൻ ഇൻ ദ ഷെഡ്യൂൾ റീഡ്സ് ഓൺലി ഐറ്റംസ് റിട്ടേൺ ബൈ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആവും. ഈ ഡെഫിനിഷൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. പക്ഷെ കുറച്ച് നേരം നോക്കി പഠിച്ചു കഴിയുമ്പോൾ, അതായത് ഓരോന്നിന്റെയും കണ്ടീഷൻസ് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് എളുപ്പമാവും. അപ്പൊ ഒരു ഷെഡ്യൂൾ കാസ്കേഡ്ലെസ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോ എവറി ട്രാൻസാക്ഷൻ ഇൻ ദ ഷെഡ്യൂൾ റീഡ് ഓൺലി ഐറ്റംസ് ദാറ്റ് വർ റിട്ടേൺ ബൈ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ. അതായത് കമ്മിറ്റഡ് ട്രാൻസാക്ഷൻസിന്റെ ഡാറ്റ ആയിട്ടാണ് വേറെ ഏത് ട്രാൻസാക്ഷനും റീഡ് ചെയ്യാവുള്ളൂ. അതായത് ആ ഒരു ഫിഗറിൽ ഈവൻ രണ്ട് ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. R1 of A ചെയ്തു, എയിൽ നിന്ന് 1000 കുറച്ചു, എന് റൈറ്റ് ചെയ്തു, എന്നിട്ട് കമ്മിറ്റ് ചെയ്തു. കമ്മിറ്റ് ചെയ്തിട്ടാണ് അതിന്റെ വാല്യൂ T2 ലീഡ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയുള്ള ഷെഡ്യൂൾസിനാണ് നമ്മൾ എന്ത് ചെയ്യുക? കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പൊ കാസ്കേഡ്ലെസ് ഷെഡ്യൂളിന്റെ റൂൾ എന്താന്ന് വെച്ചാൽ, ഒരു ഡേറ്റാബേസ് ഐറ്റം ഫസ്റ്റ് റൈറ്റ് ചെയ്തത് ആരാണോ അത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ബാക്കി ട്രാൻസാക്ഷൻസിനും ആ ഡേറ്റാബേസ് ഐറ്റം റീഡ് ചെയ്യാവുള്ളൂ. അങ്ങനെയുള്ള റൂളിനാണ് നമ്മൾ എന്ത് പറയാ? കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ. അപ്പൊ ഒരു ഫിഗർ നോക്കാം. ഷെഡ്യൂൾ is said to be cascadeless or to avoid cascading rollback if every transaction in the schedule read only items that were written by committed transaction. അപ്പോ ഒരു ഡാറ്റാബേസ് ഐറ്റം ഏത് ട്രാൻസാക്ഷൻ ആണോ റൈറ്റ് ചെയ്തത് ആ ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ഡേറ്റാബേസ് ഐറ്റം വേറെ ഏത് ട്രാൻസാക്ഷൻസും റീഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് കാസ്കേഡ്ലെസ് ഷെഡ്യൂൾ ആവൂ. ഓക്കെ, ഇനി ലാസ്റ്റ് ഈ ഷെഡ്യൂൾ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളില് ലാസ്റ്റ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. അപ്പൊ ഇപ്പൊ പറഞ്ഞ കാസ്കേഡ്ലെസ് ഷെഡ്യൂളിന്റെ തന്നെ കുറച്ച് സ്ട്രിക്റ്റർ വേരിയേഷൻ ആണ് ഇത് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ. അപ്പൊ സ്ട്രിക്റ്റ് ഷെഡ്യൂളിന് സെയിം കോൺസെപ്റ്റ് തന്നെ. ഏത് ട്രാൻസാക്ഷൻ ആണോ ലാസ്റ്റ് റൈറ്റ് ചെയ്തത് അതിന്റെ കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് വേറെ ഏത് ട്രാൻസാക്ഷൻസും റീഡോ റൈറ്റ് ചെയ്യാവുള്ളൂ. അങ്ങനത്തെ ഒരു റെസ്ട്രിക്റ്റീവ് ടൈപ്പ് ഷെഡ്യൂൾ ആണ് എന്ത് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളിപ്പോ ഇച്ചിരി മുമ്പ് കണ്ട കാസ്കേഡ്ലെസ് ഷെഡ്യൂളില് പറഞ്ഞ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റീഡ് ഓപ്പറേഷന് മാത്രമായിരുന്നു എന്താ പറയാ വിലക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ സ്ട്രിക്റ്റ് ഷെഡ്യൂളിൽ എങ്ങനെയാണ്? ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് റീഡോ റൈറ്റോ ചെയ്യാവുള്ളൂ എന്ന് കുറച്ചും കൂടെ റെസ്ട്രിക്റ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഷെഡ്യൂളാണ് സ്ട്രിക്റ്റ് ഷെഡ്യൂൾ. ഓക്കെ, അപ്പോ ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂൾ വരുന്നത്. പിന്നെ സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്, നോൺ സീരിയൽ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ ബേസിക്കലി ഷെഡ്യൂൾസ് ബേസ്ഡ് ഓൺ റീകവറബിലിറ്റി, അതിന്റെ കേസിൽ വരുന്നതാണ് റീകവറബിൾ ഷെഡ്യൂൾ, ഇർറിക്കവറബിൾ ഷെഡ്യൂൾ, കാസ്കേഡിംഗ് റോൾ ബാക്ക്, കാസ്കേഡ്ലെസ് റോൾ ബാക്ക്. 4 ടൈപ്പും എക്സാമ്പിൾ ആണ് മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിലും റീകവറബിൾ ഷെഡ്യൂൾ ആണെങ്കിലും കാസ്കേഡിംഗ് റോൾ ബാക്കും കാസ്കേഡ്ലെസ് റോൾ ബാക്കിലും തന്നെ എല്ലാം കണ്ടീഷൻസ് ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ കാസ്കേഡ്ലെസ് ഷെഡ്യൂളിൽ നമ്മൾ പറയുന്നത് റീ ഓപ്പറേഷൻ പറ്റിയിട്ടാണ്. റീകവറബിൾ ആണോ ഇറിക്കവറബിൾ ആണോ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് കമ്മിറ്റ് ഓപ്പറേഷനെ പറ്റിയുള്ള ഒരു എന്താ പറയാ അതിന്റെ റൂളാണ് അതിനകത്ത് പറയുന്നത്. കാസ്കേഡ്ലെസ്സിൽ പറയണത് കമ്മിറ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് റീഡ് ചെയ്യാവുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്താണെന്നുണ്ടെങ്കിൽ കമ്മിറ്റ് കഴിഞ്ഞിട്ടാണ് റീഡോ റൈറ്റോ ചെയ്യാവുള്ളൂ എന്നാണ് പറയുന്നത്. റീകവർ ഷെഡ്യൂൾ പറയുന്നത് ഏത് ട്രാൻസാക്ഷൻ ആണോ ഫസ്റ്റ് റൈറ്റ് ചെയ്തത് അതിന്റെ കമ്മിറ്റ് ആണ് ഫസ്റ്റ് വരേണ്ടത്. ഓക്കെ, അതിന് റീഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ കമ്മിറ്റിന് മുമ്പ് ഫസ്റ്റ് റീഡ് ചെയ്ത ട്രാൻസാക്ഷന്റെ കമ്മിറ്റ് നടന്നിരിക്കണം. അങ്ങനെ പറയുന്നതാണ് റീകവറബിൾ ഷെഡ്യൂൾ. അപ്പൊ ഈ നോട്ട്സ് നിങ്ങൾ ക്ലിയർ ആയിട്ട് വായിച്ചു. അപ്പൊ എളുപ്പമുള്ള പോർഷൻസ് ആണ്. കുറച്ച് ആദ്യമായി കുറച്ച് കൺഫ്യൂഷൻ വരും, അത്രേ ഉള്ളൂ.
റൂൾസ് നോക്കി വരിക. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഷെഡ്യൂളിന്റെ റൂൾസ് ഇത് പറഞ്ഞ പോലെ ഷെഡ്യൂൾ സെറ്റ് കാസ്കേഡ്ലെസ് ഇഫ് എവറി ട്രാൻസാക്ഷൻ ഇൻ ദ ഷെഡ്യൂൾ റീഡ് ഓൺലി ഐറ്റംസ് ദാറ്റ് വർ റിട്ടൺ ബൈ കമ്മിറ്റഡ് ട്രാൻസാക്ഷൻ. ഓക്കെ, അപ്പൊ അതാണ് കാസ്കേഡ്ലെസ്സിൽ വരുന്നത്. റിക്കവറബിലിറ്റിയിൽ പറയുന്നത് കമ്മിറ്റുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ആണ് പറയുന്നത്. പക്ഷെ കാസ്കേഡിങ്ങും കാസ്കേഡ്ലെസ്സിലും പറയുന്നത് കമ്മിറ്റും റീഡും തമ്മിലുള്ളൊരു എന്താ പറയാ ഒരു റൂളാണ് പറയുന്നത്. സ്ട്രിക്റ്റ് ഷെഡ്യൂൾ പറയുന്നത് കമ്മിറ്റ് റീഡ് റൈറ്റ് കമ്മിറ്റ് ചെയ്താൽ മാത്രമാണ് ബാക്കിയുള്ള ട്രാൻസാക്ഷൻസിൽ റീഡോ റൈറ്റോ ചെയ്യാവുള്ളൂ. അപ്പൊ അത് കുറച്ചും കൂടി സ്ട്രിക്റ്റർ ആയിട്ട് പറഞ്ഞിരുന്ന ഷെഡ്യൂളാണ്. അതിനെയാണ് നമ്മൾ സ്ട്രിക്റ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്.